പുതിയൊരു വർഷം കടന്നു വരികയാണല്ലോ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് സംതൃപ്തരല്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ പോകുന്ന ദിശയെക്കുറിച്ച്, നിങ്ങളുടെ ചില പ്രത്യേകതകളെ കുറിച്ച് എങ്കിൽ ഇറ്റ്സ് നെവർ ടു ലേറ്റ് ടു റീസ്റ്റാർട്ട്. ആൽബർട്ട് ഐൻസ്റ്റൈൻ പറയുന്ന ഒരു രസകരമായ ഒരു വാക്യം ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇൻസാനിറ്റി ഈസ് ഡൂയിങ് ദ സെയിം തിങ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ ആൻഡ് എക്സ്പെക്ടിങ് ഡിഫറെന്റ് റിസൾട്ട്സ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ തുറന്നുകൊണ്ടിരുന്ന ശേഷം ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്ന് പറയുന്നത് വിഡ്ഢിത്തരമാണ്. സത്യത്തിൽ നമ്മൾ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കാറില്ല. അതിന് പ്രധാന കാരണം നമ്മുടെ തലച്ചോറിന്റെ പ്രത്യേകതകളാണ്. നമ്മുടെ ഗട്ട് ഫീലിംഗ്, ഉള്ളിലെ സ്വരം നമ്മളിൽ പല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ടാക്കും, പ്രചോദിപ്പിക്കും. എന്നാൽ നമ്മുടെ തലച്ചോറ് നമ്മളെ അതിൽ നിന്നും പിന്മാറ്റാൻ ശ്രമിക്കും, നമുക്ക് അപകടമൊന്നുമില്ലാതെ സേഫായി ഇരിക്കേണ്ടതിന്. അതുകൊണ്ട് നമ്മുടെ പ്രധാന ഉത്തരവാദിത്വം നമ്മുടെ ഉള്ളിലെ സ്വരത്തിനനുസൃതമായി മുന്നോട്ട് കാൽച്ചുവടുകൾ വയ്ക്കുക എന്നതാണ്. കാരണം കംഫർട്ട് സോണിന് പുറത്താണ് വിജയം, സക്സസ് നമ്മെ കാത്തിരിക്കുന്നത്. ജീവിതത്തിൽ ഉയരണമെങ്കിൽ നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഇനി മാറ്റങ്ങൾ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും എന്നത് നോക്കാം. നമ്മളെല്ലാവരും മികച്ച വ്യക്തികളാകണം, കൂടുതൽ ഹെൽത്തി ആകണം, സ്കിൽഡ് ആവണം, ഈ ഒരു സ്വഭാവ സവിശേഷത വേണം എന്നെല്ലാം ആഗ്രഹിക്കുന്നവരാണ്. ശരിക്കും ഇൻസ്പയർഡായി നമ്മൾ കാര്യങ്ങൾക്ക് തുടക്കമിടും. എന്നാൽ അത് നിലനിർത്തി പോകുന്നത് പലപ്പോഴും പലർക്കും പ്രയാസകരമായി മാറുന്നു. നമ്മൾ ഓരോ പുതിയ വർഷവും എടുക്കുന്ന പുതിയ തീരുമാനങ്ങൾ എത്രത്തോളം നിലനിർത്തി പോകുവാൻ സാധിച്ചു എന്നത് ചിന്തിക്കുമ്പോൾ തന്നെ അത് എത്ര പ്രയാസകരമാണെന്ന് നമുക്കൊരു പക്ഷേ മനസ്സിലാകും. അതുകൊണ്ട് ഈ വരുന്ന പുതിയ വർഷത്തിൽ അല്പം വ്യത്യസ്തമായി പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കാം. ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിന്റെ ഓഥറായ ജെയിംസ് ക്ലിയർ പറയുന്നത് മാറ്റത്തിന് 3 ലെവൽസ്, തലങ്ങളാണുള്ളത് എന്നതാണ്. ഉള്ളിയുടെ പല ലെയേഴ്സ് പോലെ അതിനെ കണക്കാക്കാം. ഏറ്റവും പുറത്തെ ലെയർ എന്നത് ചേഞ്ചിങ് ഔട്ട്കം ആണ്. നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട്, ഫൈനലായ മാറ്റമാണ് ഈ ഒരു ലെയറിലെ പ്രധാന ഫോക്കസ്. ഉദാഹരണമായി വെയിറ്റ് കുറയ്ക്കുക. രണ്ടാമത്തെ ലെയർ ആണ് ചേഞ്ചിങ് യുവർ പ്രോസസ്, ശീലങ്ങളിലും പ്രക്രിയകളിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഉദാഹരണമായി ദിവസവും അരമണിക്കൂർ രാവിലെ എക്സസൈസ് ചെയ്യുന്നത്. മൂന്നാമത്തെ ലെയർ ആണ് ചേഞ്ചിങ് യുവർ ഐഡന്റിറ്റി. ഇവിടെ പ്രധാനമായും നമ്മുടെ വിശ്വാസങ്ങളിൽ, കാഴ്ചപ്പാടുകളിലാണ് മാറ്റം കൊണ്ടുവരുന്നത്. ഉദാഹരണമായി എനിക്കൊരു അത്ലറ്റിന്റെ ബോഡിയാണുള്ളത്. അങ്ങനെ ഔട്ട്കം എന്നത് എനിക്കെന്ത് കിട്ടുന്നുവെന്നതും, പ്രോസസ് എന്നത് ഞാൻ എന്ത് ചെയ്യുന്നുവെന്നതും, ഐഡന്റിറ്റി എന്നത് ഞാൻ എന്ത് വിശ്വസിക്കുന്നുവെന്നതും അടങ്ങിയിരിക്കുന്നു. ഇവിടെ ഒരു ലെവൽ ഒന്നിനേക്കാൾ മികച്ചതോ മോശമോ എന്നതല്ല, മറിച്ച് നമ്മൾ ഏത് ദിശയിൽ, ഡയറക്ഷനിൽ മാറ്റം കൊണ്ടുവരുന്നു എന്നതാണ് പ്രധാനം. ഞാൻ ആദ്യം ഐഡന്റിറ്റിയിൽ മാറ്റം കൊണ്ടുവന്ന ശേഷം ഔട്ട്കമ്മിലേക്ക് നീങ്ങുന്ന വ്യക്തിയാണെങ്കിൽ മാറ്റങ്ങൾ നിലനിൽക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് അകത്തെ ലെയറിൽ നിന്നും പുറത്തേക്ക്. കാരണം ഞാൻ എൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളിൽ ആദ്യം മാറ്റം വരുത്തുന്നു എന്നതുകൊണ്ട്. അതുകൊണ്ട് ഐഡന്റിറ്റി ബേസ്ഡ് ചേഞ്ചിൽ ആദ്യം ശ്രദ്ധ കൊടുക്കാം. അതിനായി നിങ്ങൾക്ക് എങ്ങനെയുള്ള വ്യക്തിയാകണം എന്ന് തീരുമാനമെടുക്കുക. ആ വ്യക്തി എന്ന നിലയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇനി അതിനെക്കുറിച്ച് വ്യക്തതയില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട റിസൾട്ട് എന്താണെന്ന് ഓർക്കുക. ഇങ്ങനെയുള്ള റിസൾട്ട് എങ്ങനെയുള്ള വ്യക്തിക്കാണ് കിട്ടുക എന്ന് ചിന്തിക്കുക. ഉദാഹരണമായി ഫിറ്റായ ബോഡിയുള്ള വ്യക്തിയുടെ ആഹാരശീലങ്ങൾ എങ്ങനെയുള്ളതായിരിക്കുമെന്ന് ഓർക്കുക. അങ്ങനെയുള്ള വ്യക്തിയാണ് താനെന്ന് ചിന്തിക്കുക. അതിനുശേഷം ആ വ്യക്തി എന്ന് സ്വയം കരുതി മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. കൊച്ചു കൊച്ചു വിജയങ്ങളിലൂടെ നിങ്ങൾ ആ വ്യക്തിയാണെന്ന് തെളിയിച്ചു കാണിക്കുക. ഉദാഹരണമായി വറുത്ത ഭക്ഷണ പദാർത്ഥങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കി അതിനു പകരം ഹെൽത്തിയായ ഭക്ഷണം കഴിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് പ്ലെയറായ വിരാട് കോഹ്ലി വർഷങ്ങൾക്ക് മുൻപ് തനിക്കുണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട്. അദ്ദേഹം ഒരിക്കൽ കുളി കഴിഞ്ഞ് ഷവറിൽ നിന്നും പുറത്തു വന്നപ്പോൾ കണ്ണാടിയിൽ അദ്ദേഹത്തെ തന്നെ ശ്രദ്ധിച്ചു. ആ ഒരു സമയത്ത് ജങ്ക് ഫുഡെല്ലാം കഴിച്ച് ബോഡി ഫിറ്റ്നസിലും മറ്റും ശ്രദ്ധിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒരു ഇന്റർനാഷണൽ പ്ലെയറിന്റെ ബോഡി ഇങ്ങനെയാണോ ആയിരിക്കേണ്ടത് എന്ന് അദ്ദേഹം സ്വയം ചിന്തിച്ചു. താൻ ഭാവിയിലാകാൻ പോകുന്ന
ഇന്റർനാഷണൽ പ്ലെയർ എന്ന ഐഡന്റിറ്റിയിലേക്ക് സ്വയം ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം അടുത്ത ദിവസം മുതൽ ജിമ്മിൽ പോകുകയും ഫിറ്റ്നസിൽ ശ്രദ്ധ കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് റിസൾട്ടിനെ കുറിച്ച് ആകുലപ്പെടാതെ അത്തരത്തിലുള്ള റിസൾട്ട് കിട്ടാൻ കഴിവുള്ള വ്യക്തിയെ മാറുവാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നിലനിൽക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കും. കഴിഞ്ഞു പോയൊരു വർഷത്തിൽ പഠിച്ച പല കാര്യങ്ങൾക്കും കിട്ടിയ പല അനുഭവങ്ങൾക്കും ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് വലിയ സ്വപ്നങ്ങളുമായി പുതിയൊരു വർഷത്തിലേക്ക് നമുക്ക് കാലെടുത്ത് വയ്ക്കാം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.